അപ്പൊ ഇല്ലേ നമ്മളെ അൽസർ റെഡി ആയിട്ടുണ്ട്. ഞാനും ഉമ്മാമയുണ്ട്. ഇതില്ലേ കൈനെ കൊണ്ട് തിന്നണം അല്ലേ? നമ്മൾ കണ്ണൂരായിരിക്കുന്നു അൽസ ഉണ്ടാക്കുന്ന റെസിപ്പി ഒന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ റെസിപ്പി പറഞ്ഞിട്ടില്ലേ മോശമല്ലേ? അപ്പോൾ അതായത് ഗോതമ്പ് നമ്മൾ തലേന്നേ പുതിർത്തി വെച്ചിട്ടുണ്ടേനും അതെടുത്ത് ചെമ്പിലിട്ടിട്ട് അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി ഈ 3 സാധനം ഇട്ടിട്ട് നല്ലോണം വേവിക്കണം. ഇത് അടുപ്പത്തൊരു 3-4 മണിക്കൂർ വന്നതിന് ശേഷം ഇങ്ങനെ ഇട്ട് ഉടക്കണം. പിന്നെ പാലായിട്ട് തേങ്ങാപ്പാൽ യൂസ് ആക്കുന്നവരുണ്ട്. നമ്മൾ പിന്നെ എളുപ്പത്തിന് പാൽപ്പൊടിയാണ് യൂസ് ആക്കുന്നത്. പിന്നെ അതും അതിൽ ഒഴിച്ചിട്ട് നല്ലോണം ഇട്ട് മിക്സ് ആക്കിയതിന് ശേഷം നെയ്യിലേക്ക് ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കാച്ചി പറഞ്ഞാൽ നമ്മളെ അൽസയുടെ റെഡി ആയിട്ടുണ്ട്. എന്താ പറയണ്ടേ? ഞാനും ഉമ്മാമയുണ്ട്. നിങ്ങളല്ലേ ആക്കിന്, ഞാൻ ആക്കിയില്ല. അപ്പൊ ഇല്ലേ നമ്മളെ അൽസ റെഡി ആയിട്ടുണ്ട്. എന്നോട് പറയാൻ പറഞ്ഞ് ഞാനും ഉമ്മാമയും കൂടി ആക്കിയതാണ്. പക്ഷെ ഞാനല്ലേ ഉമ്മാമേനെ ഫുൾ ആക്കിന്. അപ്പൊ നമുക്കിത് ഇതില്ലേ കൈനെ കൊണ്ട് തിന്നണം അല്ലേ? എങ്ങനെ തിന്നണ്ട? ഇത് കൈനെ കൊണ്ട് തിന്നണം, എന്നാലേ ശരിക്കും ഇതിൻ്റെ ഒരു രസം കിട്ടുക. അടിപൊളി അൽസ.